ഹലോ, വെൽക്കം ബാക്ക് ടു നിലാനേരം. അപ്പം നമുക്കിന്നൊരു ന്യൂ വീഡിയോ കണ്ടാലോ. ഞങ്ങൾ പളനി വന്നതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഞാൻ പോയിട്ടില്ലാത്തൊരു കോവിലേക്കാണ് കേട്ടോ. അത് പൊള്ളാച്ചിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അണക്കെട്ടുണ്ട്. അപ്പോൾ ഇത് 2 ലക്ഷം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ എന്ന് പറയുന്നത്. ഒരു അടിപൊളി ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്ന കോവിലിൻ്റെ പേര് വന്നിട്ട് മാസാനി അമ്മൻ കോവിൽ എന്നാണ് കേട്ടോ. ഇത് പൊള്ളാച്ചിയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 70 to 75 കിലോമീറ്റർ, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എത്തും കേട്ടോ. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് നമ്മൾ ഹൈവേയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോവാം. നല്ല അടിപൊളി ലൊക്കേഷൻ, അടിപൊളി സ്പോട്ടൊക്കെ ആയിരുന്നു. 2 സൈഡ് നമ്മൾ തെങ്ങ് അതിൻ്റെ നടുവിലോട്ട് ഇങ്ങനെ പോവില്ലേ, നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 12:30 ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ കോവിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പ്യുവർ വെജിറ്റേറിയൻ എന്നൊക്കെ വരുന്ന വഴി മൊത്തം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കടകളിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വരുന്ന വഴി മൊത്തം പ്യുവർ വെജിറ്റേറിയൻ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും അവിടെ എത്തിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പം വിവിയും അമ്മയും കൂടെ ആയിട്ട് ടൊമാറ്റോ റൈസും പിന്നെ ഞാനും ഡാഡിയും കൂടെ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെജ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മീൽസിനോടാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് നിന്ന് ഞാനും മമ്മിയും കൂടെ ഒരു സെൽഫിയും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തതിന് ശേഷം കോവിലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കോവിലിൻ്റെ തന്നെ പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് എല്ലാവരും നമ്മളെ നിർബന്ധിക്കും, വാ ഇവിടെ പാർക്ക് ചെയ്യാം, ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് എന്തോ സേഫ് അല്ലാത്തത് പോലെ തോന്നിയതുകൊണ്ട് നമ്മളല്ലാത്ത കോവിലിൻ്റെ തന്നെ പാർക്കിംഗ് സ്പേസിലേക്കാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ 50 രൂപയാണ് പാർക്കിംഗ് ചാർജ്. ഇവിടുത്തെ അമ്മന് ഭയങ്കര ശക്തിയാണെന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ നമ്മളൊരു കാര്യം അവിടെ പോയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. പോരാത്തതിന് നമുക്ക് എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും മോശം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ഈ കോവിലിൽ പോയി പ്രാർത്ഥിച്ച് ഇവിടെ ഒരു അരകല്ല് പോലത്തെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് മുളക് അരച്ചിട്ട് അവിടെ ഒരു കല്ലിലേക്ക് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും മോശം ചെയ്തിട്ടുണ്ട് അത് അവിടേക്ക് തന്നെ ഓപ്പോസിറ്റായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് കോവിലിൻ്റെ ഫ്രണ്ട് ലുക്ക് വന്നിട്ട്. അതുപോലെ തന്നെ എല്ലാ വിഗ്രഹങ്ങളും നമ്മൾ ഇരിക്കുന്ന രൂപത്തിലല്ലേ കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ അമ്മ എന്ന് പറയുന്നത് ശയനത്തിലാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഒരു കിടക്കുന്ന രൂപം, അതായത് പ്രസവിക്കുന്ന ഒരു സ്ത്രീ കിടക്കുന്നുണ്ടാവില്ല, ആ ഒരു രൂപത്തിലാണ് കേട്ടോ. അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഫ്രീ ആയിട്ടുള്ള പാസ്സും ഉണ്ട്. നമുക്ക് എന്താ പറയുക 100 രൂപ 50 രൂപ കൊടുത്തിട്ടുള്ള ലൈനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ രൂപം ഉണ്ടായിരുന്നത്. ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ലാതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. മാത്രമല്ല നമുക്ക് അവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ പോലും ഉണ്ടായില്ല. നമ്മൾ ആ ദേവീൻ്റെ ഒരു ചൈതന്യത്തിൽ നമ്മൾ അവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു പീസ്ഫുള്ളും ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയങ്കര പോസിറ്റീവ് എനർജിയൊക്കെ ആയിരുന്നു. എനിക്കിപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും ഒന്നിക്ക് അവിടുത്തെ ഒരു രൂപമോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫോട്ടോ വീട്ടിൽ വയ്ക്കുന്നത് സ്ഥിരം പതിവായിട്ടുണ്ട്. ഞാൻ കോയമ്പത്തൂർ വന്നിട്ട് അവിടുത്തെ വീട്ടിൽ വയ്ക്കാറുണ്ട്. അങ്ങനെ ഞാനും മമ്മിയും കൂടെ അവിടെ നിന്ന് ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയും വിവയും പോയിട്ട് അവിടുത്തെ പ്രസാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ശർക്കര പൊങ്കലും പുളിയോദരയും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ സൈഡിൽ ഇരുന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കൂട്ടായിട്ട് ഇരിക്കുക, ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പ്രസാദമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രസാദത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ പായസം തന്നെയായിരുന്നു കേട്ടോ, അതായത് ശർക്കര പൊങ്കൽ, ആ ഒരു സാധനം. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ അകത്ത് തന്നെയായിട്ട് അതിൻ്റെ നമ്മൾ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ കട ഉണ്ടായിരുന്നു. ഈ കടയിൽ നല്ല എന്താ പറയുക ദേവിയുടെ ഫോട്ടോസൊക്കെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ കഴിച്ച് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം ഒന്ന് അമ്പലം ഫുള്ളായിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട്. അവിടെ ആ കോവിലിനുള്ളിലാണ് നമ്മുടെ വിഗ്രഹം ഉള്ളത്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് മറ്റേ നമ്മൾ മുളക് അരയ്ക്കുക എന്ന് പറയില്ലേ, അതിനൊരു അരകല്ല് വെച്ചിട്ടുണ്ട്, അവിടെ നിന്നാണ് അരച്ച് തേക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് കാണണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനി അത് കാണാനായിട്ടുള്ള പോക്കാണ് കേട്ടോ. അവിടുന്ന് ഓൾറെഡി കുറച്ച് ആൾക്കാർ, ഇന്ന് ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ആൾക്കാരായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാണാൻ പോയി. ഇതാണ് കേട്ടോ ആ കല്ല്. ഇവിടെ നിറച്ചിട്ട് ആ കാണുന്ന കുറച്ച് ദൂരം ഒരു കല്ല് വെച്ചിട്ടുള്ള അവിടെ ആ ചേട്ടൻ തേക്കുന്ന പോലെയാണ് നമ്മൾ തേക്കേണ്ടത്. പിന്നെ നമ്മൾ ആ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നേരെ പുറത്തിറങ്ങി. പുറത്ത് ഒരുപാട് കടകളുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കടകളിലൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ പറ്റിക്കാനും പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അവിടെ നോക്കി ഇങ്ങനെ നോക്കി കണ്ടു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുളകൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് അവിടെ നിന്ന് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ അമ്പല വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കാറെടുത്ത് പോയിരിക്കുന്നത് ഇതിന് കഷ്ടിച്ച് 1 കിലോമീറ്ററിന് അകത്തുള്ള ആനമല അണക്കെട്ടിലേക്കാണ് കേട്ടോ. എന്ത് ഭംഗിയുള്ള സ്ഥലമായിരുന്നു എന്നറിയോ. ഈ വീഡിയോ കാണുന്നതിനേക്കാളും അടിപൊളി ഭംഗിയായിരുന്നു ആ സ്ഥലത്തിനുണ്ടായിരുന്നത്.
നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഒരു അടിപൊളി പീസ്ഫുൾ ലൊക്കേഷൻ. അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ആട്ടുംകുട്ടികളുണ്ടായിരുന്നു. മമ്മിക്ക് ആട്ടുംകുട്ടികൾ പട്ടിക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. മമ്മി ഓടിച്ചെന്ന് അതിനെടുത്ത് കുറച്ച് സമയം കൊഞ്ചിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ വഴി നടന്നിട്ടാണ് നമ്മുടെ അണക്കെട്ടിലേക്ക് പോകുന്നത്. കാണാൻ തന്നെ അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ വെള്ളം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മറിഞ്ഞു വരുന്നൊരു സ്ഥലമില്ലേ അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൂഗിളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലും മഴയും ഒക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓവർ വെള്ളം ഇല്ലായിരുന്നു. പിന്നെ സ്ലിപ്പറിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്ലിപ്പേഴ്സൊക്കെ അഴിച്ച് കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. കാരണം അവിടെ നിന്ന് കുറച്ച് ചേച്ചിമാരൊക്കെ തുണി നനയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സോപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ കയ്യിൽ ചെരുപ്പൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം നല്ല മഴയുള്ള സമയത്തൊക്കെ നല്ല വെള്ളമായിരിക്കും. പക്ഷേ ഇന്ന് ഇത്തിരി കുറവാണ്. പക്ഷെ നമുക്ക് കളിക്കാൻ നല്ല അടിപൊളി ഒരു എന്താ പറയുക ഒരു ആംബിയൻസും ലൊക്കേഷനൊക്കെയാണ്. ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, ഇനിയും സ്ലിപ്പർ ചെയ്യാറുന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോകാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാല് ഇറങ്ങുമ്പം എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കല്ലില്ലേ നന്നായിട്ട് നമ്മുടെ കാലിൽ കുത്തുന്ന കല്ലുകളുണ്ട്. വലിയ കല്ലാണെങ്കിൽ സ്ലിപ്പർ ചെയ്യും, ചെറിയ കല്ലാണെങ്കിൽ കാലിൽ കുത്തുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മമ്മി ഒരു സൈഡിൽ വെള്ളത്തിൽ കാലിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ വെള്ളം വീഴുന്നതിൻ്റെ അവിടെ ഉള്ളതൊക്കെ വലിയ വലിയ കല്ലുകളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല സ്ലിപ്പറി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോയില്ല, കുറച്ച് ദൂരം വന്നിട്ട് അതിൽ കഴിയൊക്കെ ഇട്ട് അയച്ചു. പിന്നെ നടുവിലുള്ള പാറയിലിരുന്ന് കുറച്ച് വിവീനെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യണമല്ലോ എൻ്റെ പണി. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കണം. ഇവരാരും നനയേണ്ടെന്നുള്ളൊരു മട്ടിലാണ് വന്നത്. അപ്പം ഞാൻ എന്തായാലും നനയാൻ തീരുമാനിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഡാഡി ആണെങ്കിൽ ഫുള്ളായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സൈഡ് വെള്ളത്തിന് ആഴവും കുറവും, അപ്പോഴത്തെ സൈഡ് നമ്മൾ ആദ്യം കണ്ടില്ലേ അവിടെ ഭയങ്കര ആഴം കൂടുതലുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് ഫാമിലീസ് കൊച്ചുങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓവർ തിക്ക് തിരക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ലൊക്കേഷനായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നുണ്ട് ഈ അണക്കെട്ടും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ വെള്ളം ചാടി വരില്ലേ ആ സ്ഥലം കേട്ടോ. ഇപ്പം മഴ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കുറവ്. ഇനി മഴ ഉണ്ടെങ്കിൽ ഈ സ്പേസ് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് മറിഞ്ഞു വരുന്നിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാഡീനെ അവിടെ കാണാം. അപ്പോൾ ഞാൻ ഡാഡീനെ ഇങ്ങോട്ട് വന്ന് വിളിക്കുകയായിരുന്നു. ഡാഡി ദേ അവിടെ ഇരിക്കുന്നില്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ കുളിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അവിടെയാണ് ഡാഡി നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഡാഡിക്ക് ഇതൊക്കെ ഈ ചെറിയ സ്ഥലത്തൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ അവിടെ പോയി നീന്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഡാഡി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പോലെയല്ല, ഡാഡിക്ക് നന്നായിട്ട് നീന്തലറിയാം. ഡാഡി കടലിൽ വരെ നീന്തുന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വെള്ളമൊക്കെ ഡാഡിക്ക് ഭയങ്കര സിമ്പിളാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഈ ലൊക്കേഷൻസ് ഒക്കെയാണ് കേട്ടോ. ഞാനെല്ലാം കാണിച്ചു തരാവേ. മമ്മീനെ ഞാൻ ഒരു സൈഡിൽ ഇരുത്തിയെന്ന് പറഞ്ഞാൽ അത് അവിടെയാണ് കേട്ടോ. ഈ വെള്ളത്തിനടിയിൽ എൻ്റെ റിങ്സ് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ റിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. വിവിനോട് ചോദിച്ചെടുപ്പിച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഈ ലൊക്കേഷൻസിലൊക്കെ ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീൻ, നമ്മുടെ ഒരു എന്താ പറയുക ഒരു വിരലിൻ്റെ പകുതിയൊക്കെ സൈസിലുള്ള മീനുകളുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡാഡിയുള്ള ആ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നീന്തി കളിക്കുന്നത് ഞങ്ങളുടെ ഡാഡിയാണ്. ഡാഡി പിന്നെ ആ സൈഡിൽ നിന്ന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഒപ്പിച്ചിട്ട് അവരുടെ കൂടെ കുറച്ച് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തിനാണ് കേട്ടോ ഞാൻ ആഴം കൂടുതലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ചെറിയ കൊച്ചുങ്ങളൊക്കെ ഒന്ന് ആ സൈഡ് ഇറക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ആ ഗ്യാപ്പിൽ ഞാനും മമ്മിയും വിവേയും കൂടെ കുറച്ച് വീഡിയോവും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡാഡിയും വന്ന് നമുക്ക് ബാക്കിൽ നിന്നിട്ട് പോസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു അടിപൊളി ഫാമിലി ഡേ ആയിട്ട് നമ്മളിന്ന് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല അടിപൊളി പ്ലേസും നല്ല അടിപൊളി ലൊക്കേഷൻസൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു വരുന്ന വഴി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. സൺസെറ്റിൻ്റെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ കാണാൻ. നമ്മൾ ഈ ക്രോസ് ചെയ്തിട്ട് വരുന്നതൊക്കെ കുറച്ചൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കൂടെയാണ് കേട്ടോ. അങ്ങനെ അടിപൊളി വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മളിപ്പോൾ ഏകദേശം പളനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കൃഷ്ണ ബേക്സിൽ കയറിയിട്ട് ചായയും പപ്സും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക കുറച്ച് ക്ഷീണമൊക്കെ വരുന്ന ആ ഒരു മോഡൊക്കെ എത്തി. ഇപ്പം നമ്മുടെ ട്രിപ്പൊക്കെ കഴിയാറായില്ലേ, അങ്ങനെ നമ്മൾ കുറച്ച് ക്ഷീണിക്കുന്ന മോഡിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് കഷ്ടിച്ച് ഒരു 10 മിനിറ്റ് നമ്മുടെ വീട്ടിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഇനി നമ്മൾ ഹൈവേയിലാണ് കേട്ടോ ഫുള്ളായിട്ട് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.